പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റോമൻ റീൻസിൻ്റെ നേതൃത്വത്തിൽ റീയൂണിയൻ ചെയ്ത OG ബ്ലഡ് ലൈൻ വമ്പൻ തിരിച്ചറിവ് സർവൈവർ സീരീസിലെ മെൻസ് വാർ ഗെയിംസ് മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് നടത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. റോമൻ റീൻസിൻ്റെ നേതൃത്വത്തിലുള്ള OG ബ്ലഡ് ലൈനെതിരെ റോക്കിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം വന്ന് മത്സരിച്ചാൽ ആ സ്റ്റോറി എങ്ങനെയായിരിക്കും വരിക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, റോമൻ വേഴ്സസ് റോക്ക് തമ്മിലുള്ള സ്റ്റോറി നടക്കുമ്പോൾ റോക്കിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമും റോമൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമും തമ്മിലുള്ള ഒരു ഫൈറ്റ് ഉണ്ടാകാൻ നിലവിലെ സിറ്റുവേഷൻ അനുസരിച്ച് എല്ലാവിധ സാധ്യതയുമുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് സോളോ സിക്കോവയുടെ നേതൃത്വത്തിലുള്ള നിലവിലെ പുതിയ ബ്ലഡ് ലൈൻ റോക്കിൻ്റെ അണ്ടറിലേക്ക് വന്ന് അവർ റോമൻ റീൻസിൻ്റെ ബ്ലഡ് ലൈനെതിരെ പോരാടും എന്നുള്ളതാണ്. അവിടെയാണ് ഈ ഒരു സ്റ്റോറിയിൽ ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നത്. റോക്കിൻ്റെ തിരിച്ചുവരവ് സോളോ സിക്കോവയുടെ പുതിയ ബ്ലഡ് ലൈനിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ടായിരിക്കില്ല. റോക്ക് അദ്ദേഹത്തിൻ്റെ TKO എന്ന് പറയുന്ന WWE പാരൻ്റ് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ ആ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമായിട്ടുള്ള ഒരു ടീം ഉണ്ടാക്കുന്നതിലേക്ക് പോകുന്നു. അതായത് നിർബന്ധമായും ഈ റെസ്ലേഴ്സ് റോക്കിൻ്റെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് പുറത്താക്കും എന്നുള്ള രീതിയിൽ ഒരു സ്റ്റോറി ഉണ്ടാക്കി ബ്ലഡിനെതിരെ ശത്രുതയുള്ള 3 റെസ്ലേഴ്സിനെ റോക്കിൻ്റെ കൂടെ നിർത്തുന്നു. അതിൽ ആദ്യത്തേത് കെവിൻ ഓവൻസ് ആണ്. കെവിൻ ഓവൻസ് ബ്ലഡ് ലൈൻ്റെ സ്റ്റോറി ലൈനിൽ റോക്കിൻ്റെ കൂടെ എങ്ങനെ ചേരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം. നിലവിൽ കെവിൻ ഓവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോഡിക്കെതിരെയുള്ള സ്റ്റോറിയുടെ മെയിൻ കാരണം കോഡി റോമൻ്റെ ടാഗ് ടീം പാർട്ണർ ആയിക്കൊണ്ട് ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ പങ്കെടുത്തതാണ്. അതുമൂലം വന്ന സ്റ്റോറി ലൈൻ അനുസരിച്ചാണ് പിന്നീട് റാൻഡി ഓർട്ടനും കെവിൻ ഓവൻസും തമ്മിൽ പ്രശ്നമുണ്ടാകുന്നതും കോഡി റോഡ്സിനെതിരെ കെവിൻ ഓവൻസ് ഹീൽ ടേൺ സ്വീകരിക്കുന്നതും റാൻഡി ഓർട്ടനെതിരിടയിൽ ഇഞ്ചുറി പറ്റി പോകുന്നുണ്ട്. പിന്നീട് കോഡിയും കെവിനും തമ്മിലുള്ള സ്റ്റോറി ഒരു മത്സരത്തിലേക്ക് വരെ എത്തുന്നുണ്ട്. അപ്പോൾ കെവിൻ ഓവൻസ് ഈ സ്റ്റോറിയിലേക്ക് എത്തുന്നത് റോമൻ റീൻസിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഫാക്ഷൻ തുടക്കം മുതലേ അവരുടെ ഒരു മുഖ്യ ശത്രുവായിട്ട് കണ്ടിട്ടുള്ളത് കെവിൻ ഓവൻസിനെയാണ്. കെവിൻ ഓവൻസും തിരിച്ചും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെയാണ് കെവിൻ ഓവൻസ് ബ്ലഡ് ലൈൻ്റെ എതിരാളിയായിട്ട് റോക്കിൻ്റെ ടീമിലേക്ക് ഇടം നേടുന്ന ആദ്യ റെസ്ലറായി മാറുന്നത്. രണ്ടാമത്തേത് ഡ്രൂ മാക്കിൻറ്റയർ ആണ്. ഡ്രൂ മാക്കിൻറ്റയറിനും കെവിൻ ഓവൻസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ചരിത്രം ബ്ലഡ് ലൈൻ എതിരെ ഉണ്ട്. സ്വന്തം നാട്ടിൽ വെച്ച് സ്വന്തം കാണികൾക്ക് മുന്നിൽ വെച്ച് ഡ്രൂ മാക്കിൻറ്റയറിന് വേൾഡ് ചാമ്പ്യൻ ആകാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു. ആ ഒരു അവസരം സോളോ സിക്കോവയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു വരവ് അതാണ് അദ്ദേഹത്തെ കൊണ്ട് തുലച്ചത്. കൂടാതെ ബ്ലഡ് ലൈനെതിരെയുള്ള സ്റ്റോറിയും ബ്ലഡ് ലൈനെ ആര് സപ്പോർട്ട് ചെയ്താലും അവരെ ആക്രമിക്കണം എന്നുള്ള ആ ഒരു മാനസികാവസ്ഥയാണ് നിലവിൽ ഇപ്പോൾ ഡ്രൂ മാക്കിൻറ്റയറിനുള്ളത്. ഡ്രൂ മാക്കിൻറ്റയറിൻ്റെ ലേറ്റസ്റ്റ് റോ എപ്പിസോഡിലെ ആ തിരിച്ചുവരവ് OG ബ്ലഡ് ലൈൻ അംഗങ്ങളായ സാമി സെയിനെ ആക്രമിച്ചുകൊണ്ടായിരുന്നു. ജെ ഊസോയെ ആക്രമിക്കാനും സാധ്യത ഡ്രൂ മാക്കിൻറ്റയർ തന്നെയാണ്. അപ്പോൾ ഡ്രൂവിൻ്റെ സ്റ്റോറിയും ഇപ്പോൾ OG ബ്ലഡ് ലൈനെതിരെ തന്നെ ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ റോക്കിൻ്റെ ടീമിലേക്ക് ഡ്രൂ മാക്കിൻറ്റയർ വരാനുള്ള ഒരു വാതിൽ അങ്ങനെയാണ് തുറക്കുന്നത്. ഈ ടീമിലെ നാലാമത്തെ, അതായത് റോക്ക് ആഡ് ചെയ്യാൻ പോകുന്ന മൂന്നാമത്തെ മെമ്പർ സെത്ത് റോളിൻസ് ആണ്. സെത്ത് റോളിൻസ് എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. സെത്ത് വേഴ്സസ് പങ്ക് സ്റ്റോറി ഓൾറെഡി അവർ ആരംഭിച്ചിട്ട് കുറച്ചധികം മാസങ്ങളായി. ആ സ്റ്റോറി ലൈനിലേക്ക് ഇപ്പോൾ പുതിയൊരു എലമെൻറ്റും കൂടി വന്നത് പങ്കും റോമൻ്റെ നേതൃത്വത്തിലുള്ള ബ്ലഡ് ലൈനിൽ പോയി പങ്കെടുത്തു എന്നുള്ള ഒരു സ്റ്റോറിയും കൂടി കാണിച്ചിട്ടാണ്. അപ്പോൾ റോമൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക, അല്ലെങ്കിൽ റോമൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ മോശപ്പെട്ടവരാണ്, അവരുടെ കൂടെ ഒരിക്കലും നിൽക്കരുത് എന്നുള്ളൊരു മെൻറ്റാലിറ്റി സെത്തിനുണ്ട്. റോമൻ എന്ന് പറയുന്നത് മോൺസ്റ്ററാണ്. സാമി സെയിനും ജെ ഊസോയും ഒക്കെ റോമൻ്റെ കൂടെ റീയൂണിയൻ നടത്തിയപ്പോൾ അത് തീരെ ഇഷ്ടപ്പെടാത്തവരിൽ ഒരാൾ കൂടിയാണ് സെത്ത്. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ കാണിച്ച് റോമനെതിരെയുള്ള സ്റ്റോറിയിൽ റോക്കിന് സെത്തിനെയും കൂടി ആഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവിടെ റോക്ക് നേരിടാൻ പോകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റോക്ക് അടക്കമുള്ള 4 റെസ്ലേഴ്സ് ഈഗോയുള്ള റെസ്ലേഴ്സാണ്. ഈ സ്റ്റോറി ലൈനിൽ ഏറ്റവും കൂടുതൽ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ പോകുന്നതും ഈ ഈഗോയുള്ള 4 റെസ്ലേഴ്സ് ഈ ഈഗോ വെച്ചിട്ട് എങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരു സ്റ്റോറിക്ക് സാധ്യത വളരെ കൂടുതലാണ്. വരുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നിലവിലെ സ്റ്റോറിയൊക്കെ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവർക്ക് തമ്മിലൊരു ടീം ഉണ്ടാകാനും ആ ടീം OG ബ്ലഡിനെതിരെ മത്സരിക്കാനും സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു 4-അംഗ ടീം വന്നിട്ട് OG ബ്ലഡ് ലൈനെതിരെ മത്സരിച്ചാൽ OG ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന റോമൻ റീൻസിൻ്റെ നേതൃത്വത്തിലുള്ള ബ്ലഡ് ലൈൻ ഗ്രൂപ്പിനെ വിജയിക്കാൻ അല്ലെങ്കിൽ വിജയം കരസ്ഥമാക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഒരു ടാഗ് ടീം മത്സരമൊക്കെ വെച്ചിട്ട് അവസാനം ഈ ഒരു റോക്കിൻ്റെ നേതൃത്വത്തിലുള്ള 4-അംഗ ടീം അടിച്ചു പിരിയുന്നതാക്കിയിട്ട് കാണിച്ചാലും മതി. എന്തായാലും അത്തരത്തിലുള്ള ഒരു സ്റ്റോറി നടക്കുകയാണെങ്കിൽ അതിഗംഭീരമായിരിക്കും. ഒരു റെസൽമേനിയ മെയിൻ ഈവൻറ്റ് തലത്തിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് എനിക്കിത് തോന്നുന്നത്. നിലവിലെ മെയിൻ റോസ്റ്ററിലെ സ്റ്റോറി അനുസരിച്ച് ജസ്റ്റ് ഒരു ഫാൻറ്റസി ബുക്കിംഗ് നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കറിയാം ഈ സ്റ്റോറി നടക്കാൻ പോകുന്നില്ല എന്നുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.